പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഇന്ന് 9ാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠമായ ഏരിയ അഥവാ പരപ്പളവ് എന്ന പാഠത്തിലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക, എങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗം വളരെ ഈസി ആയിരിക്കും. അതിനു മുമ്പ് നമുക്ക് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ഒന്ന് ഓർമ്മിച്ചെടുക്കാം. ചിത്രത്തിൽ നോക്കൂ, 3 ട്രയാങ്കിൾസ് ത്രികോണങ്ങൾ കാണാം. 3ന്റെയും ബേസ് പാദം താഴെ ഒന്ന് തന്നെയാണ്. ഈ 3 ട്രയാങ്കിളിന്റെയും മൂന്നാമത്തെ വെർട്ടെക്സ്, തേർഡ് വെർട്ടെക്സ് എവിടെയാണ് നോക്കൂ, ബേസിന് പാരലായ സമാന്തരമായ ഒരു ലൈനിന്റെ മേലാണ് ഉള്ളത്. എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ 3 ട്രയാങ്കിളിന്റെയും ഏരിയ പരപ്പളവ് തുല്യമായിരിക്കും. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ പാഠത്തിലെ രണ്ടാമത്തെ പ്രധാന പോയിന്റ് എന്താണെന്ന് നോക്കാം. ഹൗ ടു ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് ഈക്വൽ ഏരിയ ഓഫ് എ ക്വാഡ്രിലാറ്ററൽ. ഒരു ചതുർഭുജത്തിന്റെ അതേ പരപ്പളവുള്ള ത്രികോണം എങ്ങനെ വരയ്ക്കാം, ഇതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. നമുക്കതിന് ആദ്യം ഒരു ചതുർഭുജം എടുക്കാം. നോക്കൂ, ഈ പച്ച നിറത്തിലുള്ളതാണ് ചതുർഭുജം. ഇതിൻ്റെ അതേ പരപ്പളവുള്ള ഒരു ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കണം. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ട്രയാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടിസസ്, എതിർമൂലകൾ തമ്മിൽ യോജിപ്പിക്കാം. ഇങ്ങനെയും യോജിപ്പിക്കാം, ഇങ്ങനെയും യോജിപ്പിക്കാം. ഞാൻ ഇങ്ങനെ യോജിപ്പിച്ചിട്ടാണ് കാണിക്കുന്നത്. എങ്ങനെ ചെയ്താലും ഉത്തരം കിട്ടും. നോക്കൂ, ഒരു റെഡ് ലൈൻ കൊണ്ട് ഞാൻ യോജിപ്പിച്ചു. ഇപ്പോൾ നമുക്ക് ഈ ക്വാഡ്രിലാറ്ററൽ 2 ട്രയാങ്കിൾസ് ത്രികോണങ്ങളായി മാറി. ഒന്നിതും ഒന്നിതും. നമ്മൾ ചെയ്യേണ്ടത് ഈ ട്രയാങ്കിളിൻ്റെ അതേ ഏരിയ പരപ്പളവുള്ള മറ്റൊരു ട്രയാങ്കിൾ ത്രികോണം വരയ്ക്കണം. താഴ്ഭാഗത്തായിട്ട് ഇവിടെ ആയിട്ട് വരയ്ക്കണം. എങ്ങനെ വരയ്ക്കാം? അത് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം, ഈ ട്രയാങ്കിളിൻ്റെ ബേസ് ആണല്ലോ ഈ ചുവന്ന നിറത്തിലുള്ള ഈ വര. ഇതിന് പാരലായിട്ട്, ഈ റെഡ് ലൈനിന് പാരലായിട്ട് ഈ തേർഡ് വെർട്ടെക്സിലൂടെ ഒരു പാരൽ ലൈൻ, സമാന്തര വര ഇങ്ങനെ വരയ്ക്കാം. ഇപ്പോൾ ഈ ബേസും ഈ ലൈനും പാരലാണ്. എന്നിട്ട് ഈ ലൈനിൻ്റെ മേലെ ഒരു കുത്തിടുക. എവിടെ കുത്തിടണം അതറിയാൻ ഈ ബേസ് ഒന്ന് നീട്ടിക്കൊടുക്കുക. രണ്ടും കൂട്ടിമുട്ടിയല്ലോ, ഇവിടെ കുത്തിടാം. കുത്തിട്ടു. എന്നിട്ട് ഈ കുത്തിലേക്ക് ഈ ബേസിൻ്റെ ഈ അറ്റവും ബേസിൻ്റെ ഈ അറ്റവും യോജിപ്പിച്ച് ട്രയാങ്കിൾ വരയ്ക്കാം. വരച്ച് നോക്കാം. ഇപ്പോൾ നമുക്കൊരു ബ്ലൂ ട്രയാങ്കിൾ കിട്ടി. ഈ ബ്ലൂ ട്രയാങ്കിളിൻ്റെയും മുകളിലുള്ള ഈ ഗ്രീൻ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്തായിരിക്കും? ഒന്ന് തന്നെ ആയിരിക്കും. ഇക്കാര്യം നമ്മൾ ഒന്നാം ഭാഗത്ത് വിശദമായി പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, ഈ ബ്ലൂ ട്രയാങ്കിളും താഴെയുള്ള ഈ ഗ്രീൻ ട്രയാങ്കിളും ചേർന്ന് വലിയൊരു ട്രയാങ്കിളായി മാറിയതായി കാണാം. എൻ്റെ മൗസ് പോകുന്നത് നോക്കൂ. നമുക്ക് ഈ 2 ട്രയാങ്കിൾ ഉൾപ്പെടെ ഒന്ന് കളർ ചെയ്യാം. ഈ കാണുന്ന പിങ്ക് ട്രയാങ്കിളാണ് നേരത്തെ നമ്മൾ കണ്ട ക്വാഡ്രിലാറ്ററലിൻ്റെ അതേ ഏരിയ ഉള്ള ട്രയാങ്കിൾ ത്രികോണം. നമുക്ക് രണ്ടൊന്ന് വെവ്വേറെ മാറ്റി വെച്ച് നോക്കാം. താഴത്തെ ഈ ക്വാഡ്രിലാറ്ററൽ ഒന്ന് ഇങ്ങോട്ട് മാറ്റി വെച്ച് നോക്കാം. ഇതായിരുന്നു നമ്മുടെ കയ്യിലുള്ള ക്വാഡ്രിലാറ്ററൽ ചതുർഭുജം. ഇതിൻ്റെ അതേ ഏരിയയുള്ള ഒരു ട്രയാങ്കിൾ നമ്മളിവിടെ വരച്ചു കഴിഞ്ഞു. രണ്ടിൻ്റെ ഏരിയ ഒന്നായിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഒന്ന് കമ്പ്യൂട്ടർ സഹായത്തോടെ ഏരിയ കണ്ടു നോക്കാം. ഇതിൻ്റെ ഏരിയ കാണാൻ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളോട് ആവശ്യപ്പെടും. നിങ്ങൾ ഇവിടെ ചെയ്തതുപോലെ ചെയ്താൽ മതി. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ട്രയാങ്കിൾ ഏരിയ കാണാൻ അതിൻ്റെ ബേസിൻ്റെ അളവും ഹൈറ്റും എടുക്കാം. ഇവ രണ്ടും പറഞ്ഞാൽ ട്രയാങ്കിൾ ഏരിയ കാണാൻ പറ്റും. എത്രയാണ് ബേസ് എന്ന് നോക്കാം, എത്രയാണ് ഹൈറ്റ് എന്ന് നോക്കാം. ഇതാണ് ഹൈറ്റ്. ഹൈറ്റ് 4 സെൻറ്റിമീറ്റർ. ഇത് ബേസ് 7.7 സെൻറ്റിമീറ്റർ. ഇനി എങ്ങനെ ട്രയാങ്കിൾ ഏരിയ കാണാൻ? അതിന് ഫോർമുലയുണ്ട്. ഏരിയ ഈസിക്കൽ ടു പരപ്പളവ് ഈസിക്കൽ ടു ഹാഫ് BH. പാദം ഇൻറ്റു ഉയരം, ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇവിടെ B എത്രയാണ്? ബേസ് 7.7. HO 4 സെൻറ്റിമീറ്റർ. കൊടുത്ത് നോക്കാം. വാല്യൂസ് കൊടുത്തു. സിംപ്ലിഫൈ ചെയ്യാം, ചെറുതാക്കാം. 1/8 അവിടെ വെച്ച് 2 ഇൻറ്റു ചെയ്തു 30.8. ഇതിൻ്റെ അർത്ഥം 30.8നെ ഹാഫ് ആക്കണം, പകുതിയാക്കണം. എത്ര കിട്ടും? 15.4, 15.4 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഈ ഏരിയ നമുക്ക് ട്രയാങ്കിളിൻ്റെ ഈ പുറത്ത്, ട്രയാങ്കിളിൻ്റെ ഈ ഭാഗത്ത് മാർക്ക് ചെയ്യാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR 15.4. ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഇത്രയും ചെയ്യണം. പക്ഷേ ഇവിടെ ഞാൻ ഇത് രണ്ടിൻ്റെ ഏരിയ ഒന്നാണ് തെളിയിക്കാൻ ഇതിൻ്റെ ഏരിയ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി ചെയ്യുന്നു. നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടും ഒന്നാണ് തെളിയിക്കാൻ ഞാൻ നിങ്ങൾ കാണിച്ചു തരികയാണ്. നമുക്ക് എന്ത് ചെയ്യാം, കമ്പ്യൂട്ടർ സഹായത്തോടെ ഇതിൻ്റെ ഏരിയ ചോദിക്കാം. നോക്കൂ, ഇതിൻ്റെ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ ABCD എത്രയാണ്? 15.4. രണ്ടിൻ്റെ ഏരിയ ഒന്ന് തന്നെ. ഇപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണ് ഒരു ക്വാഡ്രിലാറ്ററൽ തന്നാൽ അതിൻ്റെ അതേ ഏരിയ ഉള്ള ട്രയാങ്കിൾ വരയ്ക്കാമെന്ന്. നന്നായി നോക്കി മനസ്സിലാക്കുക. സംശയമുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും കാണുക. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഓരോ ചോദ്യങ്ങളും വ്യക്തമായി കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ, അനിമേഷൻ്റെ സഹായത്തോടെ ചെയ്തു നോക്കാം. Draw the 2 quadrilaterals shown below in your notebook. Draw triangles of the same area and calculate the areas. The lengths needed may be measured. ചുവടെയുള്ള 2 ചതുർഭുജങ്ങളും നോട്ട്ബുക്കിൽ വരയ്ക്കുക. അവയുടെ അതേ പരപ്പളവുള്ള ത്രികോണങ്ങളും വരച്ച്
പരപ്പളവ് കണക്കാക്കുക. അതിനാവശ്യമായ നീളങ്ങൾ അളന്നെടുക്കണം. ഇവിടെ നമുക്ക് ഈ 2 ചിത്രങ്ങളുമാണ് വരയ്ക്കേണ്ടത്. 2 ചിത്രത്തിലും 5 അളവുകൾ വീതം തന്നിട്ടുണ്ട്. ഇവ ഉപയോഗിച്ച് എങ്ങനെയാ വരയ്ക്കുകയെന്നും വരച്ചതിന് ശേഷം ഇവയുടെ അതേ പരപ്പളവുള്ള ട്രയാങ്കിൾ എങ്ങനെ വരയ്ക്കുകയെന്നും നമുക്ക് നോക്കാം. അതിനുശേഷം ആ വരച്ച ട്രയാങ്കിളിൻ്റെ ഏരിയയും കാണണം. ഏരിയ കാണാൻ നമുക്കറിയാം, ട്രയാങ്കിൾ ഏരിയ പരപ്പളവ് കാണാൻ അതിൻ്റെ പാദവും അതിൻ്റെ ഉയരവും അറിഞ്ഞാൽ മതി. അത് നമുക്ക് വരച്ചതിന് ശേഷം അളന്നെടുത്ത് ചെയ്ത് നോക്കാം. ഒരു ഏകദേശ ഉത്തരം നമുക്ക് കിട്ടിയാൽ മതി. ആദ്യം 5 സെന്റിമീറ്റർ നീളമുള്ളൊരു വര വരച്ച് AB എന്ന് പേർ കൊടുക്കുക. ഇനി A എന്ന പോയിന്റിൽ പ്രൊട്രാക്ടർ വെച്ച് 80 ഡിഗ്രി മാർക്ക് ചെയ്യുക. എയിൽ നിന്നും ഈ മാർക്കിലേക്ക് നീട്ടി വരയ്ക്കുക. 3 സെന്റിമീറ്റർ കോമ്പസിലെടുത്ത് എയിൽ വെച്ച് നീട്ടി വരച്ച വരയെ ആർക്ക് വരച്ച് കട്ട് ചെയ്യുക. ഈ പോയിന്റിനെ C എന്ന് വിളിക്കാം. ഇനി സിയിൽ പ്രൊട്രാക്ടർ വെച്ച് 120 ഡിഗ്രി മാർക്ക് ചെയ്യുക. സിയും മാർക്ക് ചെയ്ത പോയിന്റും ജോയിൻ ചെയ്ത് നീട്ടി വരയ്ക്കുക. ശേഷം കോമ്പസിൽ 4 സെന്റിമീറ്റർ അളന്നെടുത്ത് സിയിൽ വെച്ച് നീട്ടി വരച്ച വരയെ ആർക്ക് വരച്ച് കട്ട് ചെയ്യുക. ഈ പോയിന്റ് നമുക്ക് D എന്ന് വിളിക്കാം. അവസാനം ഡിയും ബിയും ജോയിൻ ചെയ്യുക. ഇപ്പോൾ നമുക്ക് ചിത്രത്തിൽ ആവശ്യപ്പെട്ട അളവുകളുള്ള ചതുർഭുജം ക്വാഡ്രിലാറ്ററൽ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എങ്ങനെ അതിന്റെ അതേ ഏരിയ ഉള്ള ട്രയാങ്കിൾ വരയ്ക്കാൻ നോക്കാം. ബിയും സിയും യോജിപ്പിക്കുക. BC ബേസ് ആയി എടുത്ത് അതിന് പാരലായി ഡിയിലൂടെ ഒരു പാരലൈൻ സമാന്തര വര വരയ്ക്കുക. അതിനുശേഷം AB എന്ന വശം നീട്ടി വരച്ച് ഈ പാരലൈനിൽ മുട്ടിക്കുക. ആ പോയിന്റിനെ നമുക്ക് E എന്ന് വിളിക്കാം. ഇയും സിയും യോജിപ്പിക്കുക. ഇപ്പോൾ നമുക്ക് ACE എന്ന വലിയൊരു ത്രികോണം ലഭിച്ചു കഴിഞ്ഞു. ഈ ത്രികോണത്തിനും ഈ ട്രയാങ്കിളിനും ആദ്യത്തെ ക്വാഡ്രിലാറ്ററലിനും ചതുർഭുജത്തിനും ഒരേ പരപ്പളവ് ആയിരിക്കും. ഇനി നമുക്ക് ഈ ട്രയാങ്കിൾ AECയുടെ ഏരിയ പരപ്പളവ് കാണാം. അതിനാദ്യം നമുക്ക് അതിന്റെ ബേസ് പാദം എത്രയാണെന്ന് നോക്കാം. ഇതിന്റെ ഹൈറ്റും അളക്കാം. ഏരിയ ഈക്വൽ പരപ്പളവ് ½ BH ബേസ് ഇൻറ്റു ഹൈറ്റ്, പാദം ഇൻറ്റു ഉയരം. നോക്കൂ, വിലകൾ കൊടുത്ത് നമുക്ക് ഇതുപോലെ ഉത്തരം കണ്ടെത്താം. ഇപ്പോൾ നമ്മൾ ഈ ട്രയാങ്കിൾ ഏരിയ കണ്ടെത്തി കഴിഞ്ഞു. ആദ്യം നമുക്ക് 8.5 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര വരയ്ക്കുക. അതിന് AB എന്ന് പേർ കൊടുക്കുക. ശേഷം 6 സെന്റിമീറ്ററും 7.5 സെന്റിമീറ്ററും കോമ്പസിലെടുത്ത് ഇവിടെ കാണുന്നത് പോലെ ആർക്ക് വരച്ച് മുട്ടിക്കുക. ഇനി കോമ്പസിൽ 5 സെന്റിമീറ്റർ എടുത്ത് സിയിൽ വെച്ച് ആർക്ക് വരയ്ക്കുക. ശേഷം 4.5 കോമ്പസിലെടുത്ത് ബിയിൽ വെച്ചും ആർക്ക് വരച്ച് മുട്ടിക്കുക. ഇപ്പോൾ നമുക്ക് ABDC എന്ന ക്വാഡ്രിലാറ്ററൽ ചതുർഭുജം കിട്ടിക്കഴിഞ്ഞു. ഇനി തൊട്ടു മുമ്പത്തെ ചോദ്യം ചെയ്തതുപോലെ തന്നെ BCക്ക് പാരലായിട്ട് ഒരു ലൈൻ ഡിയിലൂടെ വരച്ച് നമുക്ക് വലിയൊരു ട്രയാങ്കിൾ ഉണ്ടാക്കാം. ഇവിടെ ചെയ്ത് നോക്കൂ. അതിനുശേഷം തൊട്ടു മുമ്പത്തെ ചോദ്യം ചെയ്തതുപോലെ ബേസും ഹൈറ്റും അളന്ന് അതിന്റെ ഏരിയയും നമുക്ക് കണ്ടെത്താം. Question number 2. Draw a rhombus of sides 6 centimeters and one angle 60 degree. Then draw a right triangle of the same area. ഒരു വശം 6 സെന്റിമീറ്ററും ഒരു കോൺ 60 ഡിഗ്രിയുമായ സമഭുജ സാമാന്തരികത്തിന്റെ പരപ്പളവിന് തുല്യ പരപ്പളവുള്ള മട്ടത്രികോണം വരയ്ക്കുക. നമുക്ക് നോക്കാം. ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ആദ്യം 6 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര വരയ്ക്കുക. അതിനുശേഷം എയിൽ പ്രൊട്രാക്ടർ വെച്ച് 60 ഡിഗ്രി മാർക്ക് ചെയ്യുക. എയിൽ നിന്നും മാർക്കിലേക്ക് നീട്ടി വരയ്ക്കുക. ഇനി കോമ്പസിൽ 6 സെന്റിമീറ്റർ എടുത്ത് എയിൽ വെച്ച് നീട്ടി വരച്ച വരയെ കട്ട് ചെയ്യുക. ഈ പോയിന്റ് നമുക്ക് C എന്ന് പേർ കൊടുക്കാം. സിയിൽ കോമ്പസ് കുത്തി 6 സെന്റിമീറ്റർ തന്നെ ഒരു ആർക്ക് വരയ്ക്കുക. ശേഷം ബിയിലും കോമ്പസ് കുത്തിയിട്ട് ആദ്യം വരച്ച ആർക്കിനെ കട്ട് ചെയ്യുക. ഈ കട്ട് ചെയ്ത പോയിന്റ് നമുക്ക് D എന്ന് വിളിക്കാം. ഇപ്പോൾ നമുക്കൊരു റോംബസ് സമഭുജ സാമാന്തരികം കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് തൊട്ടുമ്പത്തെ ചോദ്യങ്ങൾ ചെയ്തതുപോലെ തന്നെ BC ബേസ് ആയി എടുത്ത് ഡിയിലൂടെ ഒരു പാരലൈൻ വരക്കാം. അതിനുശേഷം ബേസ് നീട്ടി വരച്ച് മുട്ടിച്ച് E എന്ന് പേർ കൊടുക്കാം.
ഇയും സിയും ജോയിൻ ചെയ്ത് ട്രയാങ്കിൾ വരക്കാം. ഇങ്ങനെ വരയ്ക്കുമ്പോൾ ആംഗിൾ സി തീർച്ചയായും ആംഗിൾ എ സി ഇ തീർച്ചയായും 90 ഡിഗ്രി തന്നെ ആയിരിക്കും. Draw a regular pentagon and then a triangle of the same area. Calculate the area. ഒരു സമ പഞ്ചഭുജം വരച്ച് അതേ പരപ്പളവുള്ള ത്രികോണം വരയ്ക്കുക. പരപ്പളവ് കണക്കാക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് സമപഞ്ചഭുജം റെഗുലർ പെന്റഗൺ വരയ്ക്കാമെന്ന് നോക്കാം. നമുക്കറിയാം റെഗുലർ പെന്റഗൺ എന്നാൽ സമപഞ്ചഭുജം എന്നാൽ എല്ലാ സൈഡും വശങ്ങളും എല്ലാ ആംഗിൾസ് കോണുകളും തുല്യമായ രൂപമാണ് റെഗുലർ പെന്റഗൺ. 5 വശങ്ങളും 5 സൈഡ്സും 5 ആംഗിൾസ് കോണുകളും ഉണ്ടായിരിക്കും. ഈ 5 കോണുകളും കൂട്ടിയാൽ നമുക്ക് 540 കിട്ടുക. എങ്കിൽ ഒരു കോൺ ഒരു ആംഗിൾ എത്ര ഉണ്ടായിരിക്കും? 540നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഒരു ആംഗിൾ 108 ഡിഗ്രി കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഏതെങ്കിലും ഒരളവിൽ എ ബി എന്ന വര വരയ്ക്കുക. അത് 4 സെന്റിമീറ്ററോ 5 സെന്റിമീറ്ററോ ആകാം. ആദ്യം വരച്ച എ ബി എന്ന വരയിലെ എ എന്ന വെർട്ടെക്സിലും ബി എന്ന വെർട്ടെക്സിലും മൂലയിലും വെച്ച് പ്രൊട്രാക്ടർ വെച്ച് 108 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഈ മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് എയിൽ നിന്നും ബിയിൽ നിന്നും നീട്ടി വരയ്ക്കുക. ശേഷം തുടക്കത്തിൽ വരച്ച ആ അളവ് കോമ്പസിലെടുത്ത് എയിൽ കോമ്പസ് വെച്ച് നീട്ടി വരച്ച വരയെ കട്ട് ചെയ്യുക. ബിയിൽ വെച്ചും കട്ട് ചെയ്യുക. ഇനി ഈ പോയിന്റിനെ സി എന്നും ഡി എന്നും വിളിക്കാം. സിയിലും ഡിയിലും വീണ്ടും അതേ അളവുള്ള കോമ്പസ് വെച്ച് ആർക്ക് വരച്ച് കട്ട് ചെയ്യുക. ഏറ്റവും മുകളിലായി ഒരു പോയിന്റ് കിട്ടും. അതിനെ നമുക്ക് ഇ എന്ന് വിളിക്കാം. സിയും ഇയും ഡിയും ഇയും ജോയിൻ ചെയ്താൽ നമുക്ക് ഒരു റെഗുലർ പെന്റഗൺ സമപഞ്ചഭുജം കിട്ടിക്കഴിഞ്ഞു. നമുക്കിതിൻ്റെ എല്ലാ ആംഗിളും 108 ആണെന്ന് ചെക്ക് ചെയ്യാം. നോക്കൂ, എല്ലാ ആംഗിളും എല്ലാ കോണുകളും 108 ഡിഗ്രി തന്നെ ആണ്. ഇനി എങ്ങനെയാണ് ഇതേ പരപ്പളവുള്ള ഏരിയ ഉള്ള ഒരു ട്രയാങ്കിൾ വരയ്ക്കുക? നമ്മൾ തൊട്ടുമ്പ് ചെയ്ത പോലെ തന്നെ ആദ്യം നമുക്ക് ബിയും ഇയും ജോയിൻ ചെയ്യാം. അതുപോലെ എയും ഇയും ജോയിൻ ചെയ്യാം. എന്നിട്ട് ഡിയിലൂടെയും സിയിലൂടെയും പാരലൈൻ വരയ്ക്കുക. ബേസ് നീട്ടി വരച്ച് എഫിലും ജിയിലും മുട്ടിക്കുക. ഇ എന്ന പോയിന്റിൽ നിന്നും എഫിലേക്ക് ജോയിൻ ചെയ്യുക. ഇ എന്ന പോയിന്റിൽ നിന്നും ജിയിലേക്കും ജോയിൻ ചെയ്യുക. ഇപ്പോൾ നമുക്ക് നമ്മൾ വരച്ച റെഗുലർ പെന്റഗന്റെ സമ പഞ്ചഭുജത്തിന്റെ അതേ ഏരിയ ഉള്ള ഒരു ട്രയാങ്കിൾ കിട്ടിക്കഴിഞ്ഞു. നമുക്കതിനൊന്ന് കളർ കൊടുത്ത് മാർക്ക് ചെയ്യാം. Question number 4. The pictures shows a rectangle divided into 2 parts. Instead of broken lines separating these parts, draw a straight line to divide the rectangle into 2 other parts of the same area. Calculate the areas of these parts. ചിത്രത്തിൽ ഒരു ചതുരത്തിനെ 2ആയി ഭാഗിച്ചിരിക്കുന്നു. ഈ ഭാഗങ്ങളെ വേർതിരിക്കുന്ന ഒടിഞ്ഞ വരയ്ക്ക് പകരം ഒരു നേർവര വരച്ച് ചതുരത്തിനെ ഇതേ പരപ്പളവുള്ള മറ്റ് 2 ഭാഗങ്ങളാക്കുക. ഈ 2 ഭാഗങ്ങളുടെ പരപ്പളവ് കണക്കാക്കുക. ആദ്യം നമുക്ക് ഇവിടെ കാണുന്ന റെക്റ്റാങ്കിളിനെ ചതുരത്തിന് ഒരു പേർ കൊടുക്കാം. എ ബി സി ഡി എന്നാണ് ഇതിൻ്റെ പേര്. അതുപോലെ ഈ ഭാഗത്തും ഈ ഭാഗത്തും ഓരോ അക്ഷരങ്ങൾ കൊണ്ട് സൂചിപ്പിക്കാം. പി ക്യു ആർ എസ്. ഇവിടെ നോക്കൂ, ഈ യെല്ലോ ഭാഗം തന്നെ ഈ ഒരു വര വരച്ചപ്പോൾ 2 ഭാഗമായി മാറിയിരിക്കുന്നത് കാണാം. ഒന്ന് ഈ ഭാഗവും ഒന്ന് ഈ ഭാഗവും. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ആകെയുള്ള റെക്റ്റാങ്കിളിന്റെ ഏരിയ കാണും. അതിനുശേഷം ഈ യെല്ലോ ഭാഗത്തിൻ്റെയും ഏരിയ കണ്ട് അവ തമ്മിൽ കൂട്ടും. അപ്പോൾ ആകെ ഏരിയ കിട്ടുമല്ലോ. ഈ കിട്ടിയ ഏരിയ റെക്റ്റാങ്കിളിന്റെ മൊത്തം ഏരിയയിൽ നിന്നും നമ്മൾ കുറയ്ക്കും. എങ്കിൽ ബാലൻസ് എന്ത് ഏരിയ ആയിരിക്കും? ഈ ഗ്രീൻ ഭാഗത്തിന്റെ ഏരിയ ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ 2 ഭാഗത്തിന്റെയും ഏരിയ കാണാൻ പോകുന്നത്. നമുക്ക് ഈ ഭാഗം ഒന്ന് പ്രത്യേക കളർ കൊടുത്തൊന്ന് മാർക്ക് ചെയ്യാം. നോക്കൂ, ഇതുപോലെ ഏതെങ്കിലും ഒരു രൂപം നിങ്ങൾ ചെറിയ ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ടോ? 8ാം ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ഇതിന്റെ പേരാണ് ട്രപ്പീസിയം അഥവാ ലംബകം. എന്താണ് ട്രപ്പീസിയം? ഒരു ട്രപ്പീസിയത്തിന്റെ ലംബകത്തിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ 2 വശങ്ങൾ ഓപ്പോസിറ്റ് ആയി കിടക്കുന്ന
രണ്ട് സൈഡ്സ് എപ്പോഴും പാരലായിരിക്കും, സമാന്തരമായിരിക്കും, നേരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സൈഡുകളായിരിക്കും. മറ്റ് രണ്ട് സൈഡുകൾ പാരൽ ആയിരിക്കുകയും ഇല്ല. അപ്പോൾ ഇതൊരു ലംബകം, ട്രപ്പീസിയമാണ്. ഇതും ട്രപ്പീസിയം തന്നെയാണ്. കാരണം എന്താ? കാരണം ഇതിൻ്റെ ഈ സൈഡ് വശവും ഈ വശവും സൈഡും പാരലാണ്. എന്നാൽ ഈ രണ്ട് വശവും എന്തല്ല? പാരലും അല്ല. അപ്പോൾ ഇവിടെ കാണുന്ന ഈ ബ്ലൂ നിറത്തിലുള്ള ഈ ചിത്രം ഒരു ട്രപ്പീസിയം ലംബകമാണ്. ഈ യെല്ലോ ഭാഗവും ഒരു ട്രപ്പീസിയം ആണ്. എങ്ങനെയാണ് ഒരു ട്രപ്പീസിയത്തിന്റെ ഏരിയ കണ്ടുപിടിക്കുക? അതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഇതാണ് അതിന്റെ ഫോർമുല. ഏരിയ ഓഫ് എ ട്രപ്പീസിയം, ലംബകത്തിന്റെ പരപ്പളവ് എങ്ങനെ കാണാം? ഹാഫ് ഇൻറ്റു എച്ച് ഇൻറ്റു എ പ്ലസ് ബി. എയും ബിയും കൂട്ടി എച്ച് കൊണ്ട് ഇൻറ്റു ചെയ്ത് അതിൻ്റെ ഹാഫ് ആക്കിയാൽ ലംബകത്തിന്റെ ഏരിയ പരപ്പളവ് കിട്ടും. പക്ഷെ എന്താണ് എച്ച്, എന്താണ് എ, എന്താണ് ബി? നോക്കാം. എ എന്ന് വെച്ചാൽ പാരലായി നിൽക്കുന്ന ഈ സൈഡ് കണ്ടോ? ബി ആർ, അതുപോലെ എസ് ക്യു, ഇത് രണ്ടും പാരലാണ്, സമാന്തര വശങ്ങളാണ്. ഇവക്ക് നമ്മൾ കൊടുക്കുന്ന പേരാണ് എയും ബിയും. കൊടുത്തു നോക്കാം. ഇത് എ, ഇത് ബി. ഇനിയിപ്പോൾ എ ഇവിടെ കൊടുത്ത് ബി ഇവിടെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. സമാന്തര വശങ്ങൾക്ക് ഒന്നിന് എ എന്ന് പേര് കൊടുക്കാം, മറ്റേന് ബി എന്ന് പേര് കൊടുക്കാം. മാത്രമല്ല ഈ രണ്ട് വശങ്ങൾക്കിടയിലുള്ള അകലത്തെ, ഉയരത്തെ നമുക്ക് എന്ത് വിളിക്കാം? എച്ച് എന്നും വിളിക്കാം. അപ്പോൾ ഇതാണ് എച്ച്. അതുപോലെ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ എയും ബി മാർക്ക് ചെയ്യാം. ഈ യെല്ലോ ഭാഗത്തിന്റെ ഒരു സമാന്തരമായ സൈഡാണ്, പാരലൽ സൈഡാണിത്. ഇത് മറ്റൊരു പാരലൽ സൈഡാണ് എ പി. ഇവിടെ നമ്മൾ പേര് ബി എന്ന് കൊടുത്തു കഴിഞ്ഞു. ഇനി ഇവിടെ എന്ത് പേര് കൊടുക്കാം? അവിടെ നമുക്ക് എ കൊടുക്കാം, ഹൈറ്റിന് എച്ചും കൊടുക്കാം. ഇനി നമുക്ക് ഓരോ അളവുകളും അതിന്റെ ഫോർമുലയിൽ കൊടുത്തിട്ട് ഉത്തരം കാണാം. നോക്കൂ, ഏരിയ ഓഫ് റെക്ടാങ്കിൾ എ ബി സി ഡി. ആദ്യം നമുക്ക് എ ബി സി ഡി എന്ന ഈ ഫുൾ റെക്ടാങ്കിളിന്റെ ഏരിയ, ചതുരത്തിന്റെ ഏരിയ പരപ്പളവ് കാണാം. എന്താ ഫോർമുല? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, നീളം ഇൻറ്റു വീതി. നമ്മൾ പഠിച്ചിട്ടുണ്ട്. എത്ര അവിടെ നീളം? ഇതാണ് നീളം. നീളം എന്ന് പറഞ്ഞാൽ 2 + 3 എത്ര കിട്ടും? 5 കിട്ടും. വീതിയോ? വീതി ബ്രെഡ്ത്ത് 3 ആണ്. നോക്കൂ, ഇവിടെ 3 അല്ലേ? എത്ര കിട്ടും ഉത്തരം? 15 സെന്റിമീറ്റർ സ്ക്വയർ. ഇപ്പോൾ നമ്മൾ ആകെ ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഈ ബ്ലൂവും യെല്ലോവും ഗ്രീൻ അടക്കം മൊത്തം ഏരിയ 15 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി നമുക്ക് ഇതിന്റെ ഏരിയ കാണാം. ബ്ലൂ ഭാഗത്തിന്റെ ഈ ട്രപ്പീസിന്റെ ഏരിയ കാണാം. ഏരിയ ഓഫ് ട്രപ്പീസിയം ബി ആർ ക്യു എസ്. നോക്കൂ, നീല കളർ തന്നെയാണ് ഞാനിവിടെ എഴുതിയത്. ബി ആർ ക്യു എസ്, ഇതിന്റെ ഏരിയ ആണ് കാണാൻ പോകുന്നത്. ഫോർമുല എഴുതാം. ഹാഫ് എച്ച് ഇൻറ്റു എ പ്ലസ് ബി. വാല്യൂസ് കൊടുക്കാം. ഹാഫ് എച്ച്, എച്ച് എത്രയാണ് ഇവിടെ? ആകെ ഇവിടെ 3-ൽ ഈ ഭാഗം 2 ആണ്. അപ്പോൾ ഇതും 2 തന്നെയാണ്. ബാക്കി ഇവിടെ 1 സെന്റിമീറ്റർ ഉണ്ടാവും. 1ഉം 2ഉം ടോട്ടൽ 3. അപ്പോൾ എച്ച് ഇവിടെ 1 ആണ്. എ എത്രയാണ്? എ ഇവിടെ 1 സെന്റിമീറ്റർ ആണ്. നോക്കൂ, എയുടെ നേരെ ഇവിടെ 1 ആണ് കാണിച്ചത്. ബി ഇവിടെ 3 ആണ്. എങ്കിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഹാഫ് ഇൻറ്റു 1 ഇൻറ്റു 1ഉം 3ഉം കൂട്ടിയാൽ 4 ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 1 ഇൻറ്റു 4 4/2. 1 ഇൻറ്റു 4 4 ആണ് /2 ഈസ് ഈക്വൽ ടു 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2. അപ്പോൾ ഈ നീല ഭാഗത്തിൻ്റെ ഏരിയ, നീല കളറിൽ എഴുതിയ ഈ ഏരിയ 2 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി യെല്ലോ ഭാഗത്തിൻ്റെ ഇതേമാതിരി കാണാം. യെല്ലോ കളർ ഉപയോഗിച്ച് എഴുതാം. ഏരിയ ഓഫ് ട്രപ്പീസിയം എ പി ക്യു എസ്. എ പി ക്യു എസ്. ഫോർമുല നേരത്തെ എഴുതിക്കൊണ്ട് വാല്യൂസ് പുട്ട് ചെയ്യാം. ഹാഫ് എത്രയാണ്? എച്ച്. എച്ച് ഇവിടെ എത്രയാണ്? 2. ഇതാണ് എച്ച്, ഇതാണ് എച്ച് 2. ഇനി എയും ബിയും എഴുതാം. എ എന്ന് വെച്ചാൽ ഇവിടെ 2 ആണ്. ബി എന്ന് പറഞ്ഞാൽ ഇവിടെ 3 ആണ്. കൊടുത്തു. സിംപ്ലിഫൈ ചെയ്യാം. ഹാഫ് 2 അതുപോലെ എഴുതി. 2 + 3 5 കിട്ടും. ഈസ് ഈക്വൽ ടു 2 × 5 10. 10ന്റെ ഹാഫ് 10/2 ഈസ് ഈക്വൽ ടു 5. ഇപ്പോൾ ഇതിൻ്റെ ഏരിയ കിട്ടി, ഇതിൻ്റെ ഏരിയ കിട്ടി. ഒന്ന് 2 ആണ്, ഇതിൻ്റെ ഏരിയ 5 ആണ്. ഇനി ടോട്ടൽ ഏരിയ എന്ത് വരും നോക്കാം. ഏരിയാസ് ഓഫ് ദി ട്രപ്പീസിയംസ്, ട്രപ്പീസിയങ്ങളുടെ ഏരിയ 2 + 5, നീല ഏരിയ പ്ലസ് മഞ്ഞ ഏരിയ ഈസ് ഈക്വൽ ടു 7 സെന്റിമീറ്റർ സ്ക്വയർ. ഇപ്പോൾ നമുക്ക് ആകെ റെക്ടാങ്കിളിൻ്റെ ഏരിയയും കിട്ടി. ഈ ഭാഗം ബ്ലൂ ആൻഡ് യെല്ലോ ഭാഗത്തിൻ്റെ ടോട്ടൽ ഏരിയയും കിട്ടി. എങ്കിൽ എന്തായിരിക്കും ഈ ഭാഗത്തിൻ്റെ ഏരിയ? ടോട്ടൽ ഏരിയയിൽ നിന്നും ഈ ഭാഗം കുറച്ചാൽ ഗ്രീൻ ഭാഗത്തിൻ്റെ ഏരിയ കിട്ടും. നോക്കാം. ഏരിയ ഓഫ് റിമൈനിങ് പാർട്ട്, ബാക്കി ഭാഗത്തിൻ്റെ ഏരിയ എന്താ പേര്? പി ഡി സി ആർ ക്യൂ. പി ഡി സി ആർ ക്യൂ ഈസ് ഈക്വൽ ടു ആകെ 15. അതെന്ത് ചെയ്യാം? 2 ട്രിപ്പീസിൻ്റെ ഏരിയ കുറയ്ക്കാം. 7. 15 - 7 ഈസ് ഈക്വൽ ടു 8 സെന്റിമീറ്റർ സ്ക്വയർ.
ഓക്കെ, നന്നായി നോക്കി മനസ്സിലാക്കുക. എന്നിട്ട് സംശയം ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും കാണുക. വളരെ സാവധാനമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്നായി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.